നമ്മളിതിനകത്ത് ഏറ്റവും വേണ്ട ഡെയിലി കമ്മിറ്റ്മെന്റ്സ് എല്ലാ മീറ്റിംഗും അറ്റൻഡ് ചെയ്യും. ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സിമ്പിൾ സ്റ്റെപ്പേ ഉള്ളൂ. സിമ്പിൾ ആയതുകൊണ്ട് പലരും ചെയ്യില്ല. ടഫായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. സിമ്പിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാതിരിക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ലോകത്ത് അത്ഭുതങ്ങൾ നടത്തിയിട്ടുള്ള പല ആൾക്കാരും അവർ വലിയ ഭയങ്കര അമാനുഷ്യ ശക്തിയുള്ളതുകൊണ്ടും കഴിവുള്ളതുകൊണ്ടും അല്ല. അവര് എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം ചെയ്യും. ചെറിയ ചെറിയ കാര്യമായിരിക്കും, പക്ഷെ ചെയ്തിരിക്കും. ഒരു അമ്പലത്തിലും പള്ളിയിലൊക്കെ പോകുന്ന ആൾക്കാർ നിങ്ങൾ ആണ്ടിലൊരിക്കൽ പെരുന്നാളിന് പോകുക എന്നല്ല ശരിക്കുള്ള ഇത്. കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുള്ളൂ. പ്രാർത്ഥിക്കുന്ന എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന റിസൾട്ട് കിട്ടും. വല്ലപ്പോഴും ദിവസം പ്രാർത്ഥിച്ച റിസൾട്ട് വരത്തില്ല. ഞാനും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കാര്യമില്ല. അതുപോലെ ചെയ്യേണ്ട കാര്യം സിമ്പിൾ ആയിരിക്കും, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എല്ലാ മീറ്റിംഗും അറ്റൻഡ് ചെയ്യുക സിമ്പിളാണ്. എല്ലാ മീറ്റിംഗും സെയിം അല്ലേ. ഇന്നലെ തിരുമാന സാർ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ, ചാർട്ടുണ്ടോ, ഇതൊക്കെ തന്നെയല്ലേ. ഇത് വന്നിരുന്ന കാശ് കിട്ടും. അതെങ്ങനെയാണെന്ന് ചോദിക്കണ്ടോ, അങ്ങനെയാ പണ്ട് പോലെ അങ്ങനെയാ. അതുപോലെ എല്ലാ മീറ്റിംഗും വൈകുന്നേരത്തെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം. ഇദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നു. ഇന്നലെ ഹോസ്പിറ്റലായിരുന്നു അല്ലേ, ഇന്നലെ പറഞ്ഞത് പ്രത്യേകിച്ച് ഒന്നും കഴിക്കാതെ തലമട്ടം കിടക്കുന്നുണ്ടോ ഇന്നലെ വൈകുന്നേരം. എന്നാലും എങ്ങനെയും വരും, തല കൈ പിടിച്ചാലും വരും. കണ്ണീരിന് ട്രെയിനിൽ കമ്മിറ്റ്മെന്റ് ഒരു നമ്മുടെ ഒരു മീറ്റിംഗ് ഇവിടെ നടക്കുമ്പോൾ അതിനവിടെ ഇരിപ്പ് ഉറക്കത്തില്ല. അതായിരിക്കണം നമ്മുടെ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. ഒരു 10 പേരോടെങ്കിലും മിനിമം ഒരു ദിവസം, അത് കമ്മിറ്റ്മെന്റ് ആണ്. നമ്മൾ വലിയ ലക്ഷ്യങ്ങളുമായിട്ട് പോകുന്ന ആളാണ്. മിനിമം ഒരു 10 പേരോടെങ്കിലും, 10 പേരെ കിട്ടാൻ ഇപ്പൊ എന്താ ബുദ്ധിമുട്ട്. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ എന്തിനും പറ്റിയ ഗ്രൂപ്പുകൾ വരെയുണ്ട്. എന്ത് പ്രോസ്പെക്റ്റിംഗ് ഇഷ്ടംപോലെ നമ്മൾ അറിയാതെ ബിസിനസ്സിനും അല്ലാത്തതും നല്ല കാര്യത്തിനും ചീത്ത കാര്യത്തിനും പ്രോസ്പെക്റ്റിനെ കിട്ടാൻ ഇവിടെ പല ഇതുവരെയുണ്ട്. എന്ത് സാധനത്തിനും ഇത് നമ്മള് പ്രോസ്പെക്ട് ചെയ്താൽ മതി. ഇഷ്ടംപോലെ ആൾക്കാർ നീണ്ടുള്ള ലോകം മുഴുവൻ നമുക്ക് മാർക്കറ്റ് ചെയ്യാം. എല്ലാ ദിവസവും 10 പേരോടെങ്കിലും കമ്മ്യൂണിക്കേറ്റ്, ചുമ്മാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മാക്ലിയർ എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഈ എറണാകുളത്തിന് പരിപാടി ഉണ്ടായിരുന്നു. ഇതൊന്നും അല്ല പറയേണ്ടത്. അവരെ കുറിച്ച് ചോദിക്കും, അവരെ കുറിച്ച് മനസ്സിലാക്കുക. അതിന് നമ്മളെപ്പോഴും പറയും ഫോം എന്ന് പറയും. ഫോം ചെക്ക്, ഫാമിലി, ഒക്കുപ്പേഷൻ, റിക്രിയേഷൻ ആൻഡ് മണി. ഫാമിലി, ഒക്കുപ്പേഷൻ, റിക്രിയേഷൻ, ഇത്തരം കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. അതായത് നിങ്ങൾ പല ആൾക്കാർ അപ്രോച്ച് ചെയ്യുന്നത് പ്രോസ്പെക്ട്സിനെ അല്ല, സസ്പെക്ട്സിനെ. അതാണ് പ്രശ്നം. അതായത് നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മൾ സംശയിക്കുന്നത് പ്രോസ്പെക്ട് ആയിരിക്കും. പ്രോസ്പെക്ട് ആണോ അല്ലയോ എന്നറിയാൻ ഇത് ചെക്ക് ചെയ്താണ് ഏറ്റവും. നമ്മളൊരാളെ പരിചയപ്പെടും, പോസിറ്റീവ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. എങ്ങനെയാണ് നിങ്ങളുടെ ഫാമിലി, വീട്ടിലാരൊക്കെ ഉണ്ട്, ചുമ്മാ ക്ഷേമം അന്വേഷിക്കും. ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അവരെക്കുറിച്ച് സംസാരിക്കാം. അത് നിങ്ങളെ മറ്റേ ആൾക്ക് കൊടുത്തേക്കും. അയാൾ സംസാരിക്കട്ടെ, വീട്ടിലാരൊക്കെ ഉണ്ട്, ക്ഷേമം അന്വേഷിക്കും. പറ്റുമെങ്കിൽ ഏറ്റവും എളുപ്പമായ അവരെ കയ്യിലെടുക്കാൻ, പോക്കറ്റിലാക്കാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗ്ഗം പിള്ളേരെ എന്ത് ചെയ്യും, പിള്ളേരുടെ പേര് ചോദിക്കും. ഇത് ഓർത്തിരിക്കും. അവർ പോയി കഴിയുമ്പോൾ എഴുതി വെച്ചോ. നമ്മളൊക്കെ എങ്ങനെ ചെയ്ത് എഴുതും. അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോൾ എങ്ങനെയുണ്ട്, ചിഹ്നം എങ്ങനെയുണ്ട്, അവർ വീണു ഫ്ലാറ്റ്. ഇത്രയും നമ്മുടെ കാര്യത്തിൽ അത്രയും കൺസേൺ ഉള്ള ഒരാളാണെന്ന് ഫ്ലാറ്റായി അവരുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാകും നമ്മൾ. ചിഹ്നം എങ്ങനെ ഇരിക്കുന്നു, സുഖമാണോ, സ്കൂളിലൊക്കെ പോകുന്നില്ലേ, ഇത്ര ചോദിച്ചാൽ മതി. മോളുടെ പേര് ചോദിക്കാം, മോൻ്റെ പേര് ചോദിക്കാം, അവരെന്ത് പഠിക്കുന്നത്. ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഫാമിലിയെ കുറിച്ച് ചോദിക്കാം, ഒക്കുപ്പേഷനെ കുറിച്ച് ചോദിക്കാം, ജോലി. നിങ്ങളെ ജോലിക്ക് ഇപ്പോൾ മോശമല്ലേ, ആൾക്കാരെല്ലാം പിരിച്ചുവിട്ടോണ്ടിരിക്കാനുള്ളൂ, നിങ്ങളുടെ പണി പോയോ, അത് ഉടനെ പോകും ചോദിച്ചാൽ എനിക്ക് അന്നേരം മിക്കാറും ഫോൺ കട്ട് ചെയ്യും. നല്ല അറിയാം. നല്ല പോസിറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയൊക്കെ വളരെ നന്നായിട്ട് പോകുന്നുണ്ടായിരിക്കും അല്ലേ, ബിസിനസ്സൊക്കെ നന്നായിട്ട് പോകുന്നില്ലേ, വളരെ മനോഹരമായിട്ട് പോകുന്നില്ല, നല്ല പ്രോഫിറ്റുള്ള ഇൻഡസ്ട്രി അല്ലേ. ഇങ്ങനെ ചുമ്മാ അങ്ങോട്ട് പോസിറ്റീവ് തന്നെ ചോദിച്ചാൽ അവരെ ഭ്രാന്താക്കണം. അന്നേരം അവർ കിടന്ന് തല്ലിയടിച്ച് കഴിഞ്ഞു. എന്നാ പറയാൻ വേറെ നിവൃത്തിയില്ല. ഇത് അവരെ കൊണ്ട് പറയിപ്പിക്കാനായി ചോദിച്ചോണ്ടിരിക്കും. നല്ല പോസിറ്റീവ് ക്വസ്റ്റ്യൻ. നമ്മൾ നെഗറ്റീവ് പറഞ്ഞാൽ അവർ പോസിറ്റീവ് പറയും, നമ്മൾ പോസിറ്റീവ് പറയും, അവർ നെഗറ്റീവ് പറയും. അതാണ് ഏറ്റവും സിമ്പിൾ. മനുഷ്യൻ ഓപ്പോസിറ്റ് തലതിരിഞ്ഞേ പറയുള്ളൂ, അത്ര ഓർത്തിരുന്നാൽ മതി. അപ്പോൾ അവരെ കൊണ്ട് അവരുടെ ഉള്ളിൽ സാധനം എടുക്കണമെങ്കിൽ, സ്കാൻ ചെയ്യണമെങ്കിൽ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യണം. ഏറ്റവും നല്ല സെയിൽസ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വർത്താനം പറയുന്ന ആളല്ല, ഏറ്റവും നല്ല ചോദ്യം ചോദിക്കുന്ന ആളാണ്. അപ്പോൾ രണ്ടാമത് റിക്രിയേഷൻ. ഇപ്പം പുള്ളി പറയാം ജോലിയൊക്കെ ബുദ്ധിമുട്ടാണ്, എന്നാ പറയണേ, ഫാമിലി അവിടെയാണ്, ഞാനിവിടെയല്ലേ, പാലക്കാടില്ലേ, മറ്റൊരു അവിടെയല്ലേ എന്നൊക്കെ പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ആണല്ലോ. ഇഷ്ടംപോലെ റിക്രിയേഷനൊക്കെ ഇഷ്ടംപോലെ എൻജോയ് ചെയ്യാൻ ഇഷ്ടംപോലെ ആവശ്യത്തിന് സൗകര്യം ഉണ്ടല്ലോ, അതിനൊക്കെയുള്ള ടൈം സാഹചര്യം ഉണ്ടല്ലോ നിങ്ങൾക്ക് കമ്പനിയിൽ. പറയണ്ട റിക്രിയേഷൻ. ഞാൻ ആ മാനേരെ കിട്ടിയ കാലവരെ അടിക്കാതിരിക്കാം. അവിടെ ഒരു ട്രിപ്പ് തന്നിട്ട് ചുമ്മാ അവിടെ വിളിച്ചോണ്ട് പോയിട്ട് വെറുതെ എന്ന് പറഞ്ഞ് നമ്മൾ ചുമ്മാ അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ, എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ കൊണ്ട് അന്ന് വൈകുന്നേരം നമുക്ക് അടുത്ത ടാർഗറ്റിന് അന്ന് വിടാൻ റിക്രിയേഷനൊക്കെ പറയും. ലാസ്റ്റിലാണ് ഇവരെ കൊണ്ട് കരയിക്കണം. ഇവരെ കൊണ്ട് കരയിച്ചതിന് ശേഷം ഇങ്ങനെയൊക്കെ ആണല്ലോ, ആവശ്യത്തേക്കുള്ള പൈസ കിട്ടുന്നുണ്ട്, അതാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല. എന്നാലും നല്ല ഇൻകം ഉണ്ടല്ലോ, എന്നാലും നിങ്ങൾ ബിസിനസ് നന്നായിട്ട് പോകുന്നുണ്ടല്ലോ, ജോലി നന്നായിട്ട് പോകുന്നുണ്ടല്ലോ, നല്ല ഇൻകം ഉണ്ടല്ലോ. ഒന്നും പറയാതിരിക്കാൻ വേണം. ഞാൻ ലോൺ അടിച്ചിട്ട് മാസം 4 അവരുടെ EMI മുഴുവൻ പെൻഡിങ് ആണ്, ഇൻഷുറൻസ് പോലും എടുത്തിട്ടില്ല. ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ അവരെക്കുറിച്ചൊരു സ്കാൻ റിപ്പോർട്ട് നമ്മളിലായി. മാക്ലിയറിനെ കുറിച്ചല്ല നമ്മൾ പറയേണ്ടത്. ഈ സ്കാൻ റിപ്പോർട്ട് നമ്മളെ കിട്ടിയാൽ ഇത് എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഫെൽറ്റ് ഫൗണ്ട് എന്നാണ് പറയുന്നത്. ഫെൽറ്റ് ഫൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ പറഞ്ഞ അതേ പ്രശ്നം തന്നെയായിരുന്നു എൻ്റെയും പ്രശ്നം. അന്നേരം അവർ നമ്മുടെ ലെവലിലേക്കായി, സെയിം ആയി. നിങ്ങൾ പറഞ്ഞ ഇതേ പ്രശ്നം തന്നെയായിരുന്നു എൻ്റെയും പ്രശ്നം. രണ്ടാമത് ഇതേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കാൻ എംപ്ലോയിയോട് പറയാം ഇതേ പ്രശ്നം എന്ന് പറഞ്ഞാൽ അയാളെന്ത് പറയും, നുണ പറയുന്നതെന്ന് മനസ്സിലാവും. ഞാൻ പറയുന്നതാണ് വേറൊരാളുടെ നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ സ്റ്റോറി ആയിട്ട് പറയാം. നമ്മുടെ കൂട്ടുകാരൻ എൻ്റെ ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, പുള്ളിയുടെ പ്രശ്നം ഇത് തന്നെയാണ്. ഓക്കെ, ഫീൽ നമുക്ക് അതേ ഫെൽറ്റ്
അപ്പോൾ എനിക്ക് തോന്നിയ എൻ്റെ ഇത് ഇങ്ങനെ പോയാൽ പറ്റിയല്ല. അവർ പറഞ്ഞിട്ട് എനിക്ക് തോന്നി ഇത് ഇങ്ങനെ പോയാൽ നമ്മൾ ഇനി 5 കൊല്ലം കഴിഞ്ഞാലും വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അങ്ങനെ എനിക്ക് തോന്നി. ഞാൻ അങ്ങനെ ചെറുതായിട്ട് ഒന്ന് ചെയ്ത് തുടങ്ങി. നോക്കിയപ്പോൾ കുഴപ്പമില്ല, വളരെ കംഫർട്ടബിളാണ്. കൃത്യമായിട്ട് ഡയറക്ഷൻ തരുന്നുണ്ട്, ഇൻസ്ട്രക്ഷൻ തരുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ആൾക്കാർ വന്നവരെല്ലാവരും അവരുടെ കൂടെ വന്നവരെല്ലാവരും പ്രോഫിറ്റബിളാണ്. ഞാനും ഒന്ന് ചെയ്ത് നോക്കിയപ്പോൾ പ്രോഫിറ്റബിളാണ്. ഫീൽ ഫൗണ്ട് ആൾക്കാർ വളരെ അവരുടെ നമ്മുടെ സെയിം ലെവലിലേക്ക് അവർ വളരെ പെട്ടെന്ന് ഇത് FOM ചെക്ക് ചെയ്യുക, ഫീൽ ഫെൽറ്റ് ഫൗണ്ട് ഈ സാധനത്തിലൂടെ ആൾക്കാരിലേക്ക് എത്തുക എന്നുള്ളത്. ഇത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ എക്സ്പെർട്ട് ആവും. പിന്നെ നാച്ചുറലായിട്ട് നമ്മൾ തന്നെ വന്നോളൂ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ നേരത്തെ പറഞ്ഞ സെക്കൻഡ് തേർഡ് ലെവലിലൊക്കെ നിൽക്കുന്നെങ്കിൽ ഫീൽ കഴിഞ്ഞ് എന്തായിരുന്നു, ഫീൽ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥ അതൊക്കെ നാച്ചുറലായിട്ട് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഇത് നാച്ചുറലായിട്ട് നമുക്ക് വന്നു തുടങ്ങും. ആരെ പരിചയപ്പെട്ടാലും ഇങ്ങനെ വന്നു തുടങ്ങും. ഓക്കെ, അപ്പോൾ ഡെയിലി കമ്മിറ്റ്മെന്റ്സ് മിനിമം 10 പേരോടെങ്കിലും ഇത് ചോദിക്കുക, അതിന് അവരെ എഴുതി വെക്കുക, അവരെക്കുറിച്ച് നമ്മൾ വേറെ ബോർഡ്സ് എഴുതി വെക്കുക, അവർക്ക് ആപ്റ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയാം. അതിനൊരു സൊല്യൂഷൻ എൻ്റെ കിട്ടിയിട്ടുണ്ട്. ഞാനത് ചെയ്യുന്നുണ്ട്, വിജയകരം. യൂസ് ടെക്നോളജി ഉപയോഗിക്കുക. ടെക്നോളജി ഉപയോഗിക്കാതെ ചാത്തൻ പണി ഇനി നമ്മൾ ചെയ്യരുത്. നമ്മൾ കളവണ്ടി പോകരുത്. ടെക്നോളജി ഉപയോഗിച്ച് മാത്രം, ടെക്നോളജി ബിസിനസ് ആണെങ്കിൽ ടെക്നോളജി ഉപയോഗിച്ച് മാത്രം ചെയ്യുക. അല്ലാത്ത പണി ചെയ്താൽ വിജയിക്കത്തില്ല. നമ്മൾ ഇന്ന് ജാഗ്വാറും BMW ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാളവണ്ടി നടന്നാൽ എവിടെ എത്തും? ഇതുവല്ല. ടെക്നോളജി ഉപയോഗിക്കുക, കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ ടെക്നോളജി ഉപയോഗിക്കുക. കൺസിസ്റ്റന്റ്ലി അപ്ഡേറ്റ് യുവർ പ്രോഗ്രസ്. അതായത് ചിലപ്പം നമ്മൾക്ക് നമ്മുടെ പ്രോഗ്രസ് നമ്മുടെ കൂടെ അല്ലെങ്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരെ അറിയിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും എപ്പോഴും വരണമെന്നില്ല, അവരെ നമ്മൾ പുറകെ അവർ വന്നോളൂ. മോർ പ്രസന്റേഷൻ മോർ റിസൾട്ട് കൂട്ടാനുള്ള ഒരേ ഒരു മാർഗം പ്രസന്റേഷൻ, നമ്പർ ഓഫ് പ്രസന്റേഷൻ കൂട്ടുക. ആരാണ് കൂട്ടുന്നത്? ഇന്ദ്രകുമാർ സാറാണ് പ്രസന്റേഷൻ കൂട്ടുന്നത്. നമ്മൾ നമ്പർ ഓഫ് പ്രസന്റേഷൻ കൂട്ടിയാലുള്ള ഗുണം എന്താ പറയുക? പ്രസന്റേഷന്റെ ഫ്രീക്വൻസി കൂടുമ്പോൾ നമ്മുടെ എനർജി കൂടും. നിങ്ങൾ 10 പേരുടെ അടുത്ത് പ്രസന്റ് ചെയ്തിട്ട് 11ാമത്തെ ആളുടെ അടുത്ത് പ്രസന്റ് ചെയ്തു വീട്ടിൽ കുറേ ദിവസം ഇരുന്നതിന് ശേഷം ചുമ്മാ പോയി പറയുന്നതൊന്നും തുരുമ്പെടുത്തു. ആക്ടിവിറ്റിയിൽ ഇല്ലാത്ത ഇനാക്ടിവിറ്റി എന്ന് പറയുന്നത്, ഇനാക്ടിവിറ്റി ലീഡ്സ് ടു നെഗറ്റിവിറ്റി എന്ന് പറയും. ഇനാക്റ്റീവ് ആയാൽ നമ്മൾ തുരുമ്പെടുക്കും. ഒരു ഇരുമ്പ് കഷ്ണം വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം കഴിഞ്ഞാൽ അത് തുരുമ്പ് കയറും. ഇത് അവർ പറഞ്ഞ ആരും ജോയിൻ തിയറിയൊക്കെ നമുക്ക് പറയാൻ പറ്റും, ആരും വരത്തില്ല. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അത് നമ്മുടെ എക്സൈറ്റ്മെന്റ് കണ്ടിട്ടാണ് ഒരാൾ വരുന്നത്. അത് എനർജി ഇതിങ്ങനെ വട്ടം വരച്ച് നമ്മൾ ഈ സാധനം എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മളിത് മാക്ലാൻഡിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മുടെ അഫിലിയേറ്റ് മറിച്ചത് ഫസ്റ്റ് നമ്മൾ ഇതാണ് അസോസിയേറ്റ് ആണ്, പിന്നെ അഫിലിയേറ്റ് ആണ്, പിന്നെ അംബാസഡർ, ഇങ്ങനെ പറഞ്ഞ് നമ്മൾ മൊബൈലിൽ കുത്തി ഷെയർ ചെയ്ത് കാണിച്ച് പിന്നെ ചുമ്മാ 2 മിനിറ്റ് പറഞ്ഞാലും. കാരണം എന്തുകൊണ്ടാണ് ഇത് ജോയിൻ ചെയ്താൽ എനിക്ക് നേരെ അടുത്ത പ്രസന്റേഷൻ എനിക്ക് അടുത്ത ആൾ പറയാനുള്ളതെന്ന് വരുമ്പോൾ റിസൾട്ട് കൂടും. അല്ലാതെ ഇവൻ്റെ അടുത്ത് പോയി പറഞ്ഞിരിക്കുമ്പോൾ നല്ല റിസൾട്ട് കൂടും. അങ്ങനെ പറയുമ്പോൾ മറ്റൊന്നെന്താണ്, നമുക്ക് വേറെ പണിയില്ലെന്നാണ് മറ്റൊന്നും അറിയുന്നത്. മനസ്സിലാക്കി സാറേ? മനസ്സിലായോ? എന്തൊരു സംശയമുണ്ടോ? 5 മിനിറ്റ് പറയാം. സാറേ മനസ്സിലായോ? എന്തൊരു സംശയമുണ്ടോ? ഓക്കെ, കൂടുതൽ മനസ്സിലാക്കി. ഓക്കെ, വൈകുന്നേരത്തെ പ്രസന്റേഷൻ കയറി എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ പ്രസന്റേഷൻ ഉണ്ട്. ഓക്കെ എന്ന് പറഞ്ഞ് നിർത്താൻ റിസൾട്ട് കൂടും.